നമസ്കാരം. റീഡേഴ്സ് അഡ്വക്കേറ്റാണ്. ഇന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പം പ്രധാനമായി ശ്രദ്ധയിൽപ്പെട്ടത് രാജ്യത്തെ കർഷകരുടെ അഭിവൃദ്ധിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരസ്യമാണ്. മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഉണ്ട്. ആധുനിക കർഷകൻ, അഭിവൃദ്ധിപ്പെട്ട കർഷകൻ എന്നാണ് പരസ്യം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വാർത്തയിലേക്ക് നോക്കിയപ്പോൾ ആദ്യം കണ്ട വാർത്ത കർഷകർക്കെതിരെ പെല്ലറ്റ് വർഷം എന്നുള്ളതാണ്. ദേശാഭിമാനിയിൽ ആ വാർത്തയുണ്ട്, മറ്റു പത്രങ്ങളിലൊക്കെ ഉണ്ട്. ഡൽഹിയിൽ താങ്ങുവിലെങ്കിലും അനുവദിച്ച് കിട്ടണം, ന്യായമായ വിളകൾക്ക് താങ്ങുവിലെങ്കിലും അനുവദിച്ച് ന്യായമായി നൽകണം, പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം, അതുപോലെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ദില്ലി ചലോ മാർച്ച് കർഷകർ അങ്ങ് പഞ്ചാബിലെ നിന്ന് അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയായിരുന്നു. ആ സമരത്തെ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ള ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി അഭിവൃദ്ധിപ്പെട്ട കർഷകരുടെ സ്ഥിതി. ആ സമരക്കാരെ നമ്മൾ രാജ്യത്ത് പല വിധത്തിൽ നേരിടുന്നത് കണ്ടിട്ടുണ്ട്. സമരക്കാരെന്ന് വരുന്ന വഴിയിൽ ആണി അടിച്ച് കയറ്റിയിട്ട് ഈ ട്രാക്ടറുകളിൽ വരുന്ന ആളുകൾ ടയറ് പഞ്ചറായിട്ട് തിരിച്ചു പോകും എന്ന് വിചാരിച്ച് ആണി അടിച്ച് കയറ്റുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞ് അവർ വരുന്ന വഴിയിൽ കോൺക്രീറ്റ് മതിലുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിരോധം സർക്കാർ തീർക്കുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പക്ഷേ അതൊക്കെ ഇപ്പോൾ ഈ അഭിവൃദ്ധിപ്പെട്ട കർഷകൻ്റെ പരസ്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയാണ്. ഈ കർഷകൻ എവിടെയുണ്ട് എന്ന് ആലോചിച്ചാൽ നമുക്ക് കൃത്യമായി ആ സ്ഥലത്ത് കണ്ടെത്താം. ഇങ്ങനെ കോൺക്രീറ്റ് മതിലൊക്കെ കെട്ടി കർഷകരെ തടയുന്ന ചിത്രം ഇന്ന് പത്രങ്ങളിലുണ്ട്. സുപ്രഭാതത്തിൽ സമരം ചെയ്യാനെത്തിയ കർഷകരെ കോൺക്രീറ്റ് തടയണ കെട്ടി തടഞ്ഞ ചിത്രം പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കർഷകൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ ഇത്ര നാളായില്ലേ, ഇനി ചർച്ച എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നുള്ള കാര്യമെങ്കിലും ആലോചിക്കണ്ടേ? അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ന് വീണ്ടും ചർച്ച വരുന്നുണ്ട്. മനോരമയും മാതൃഭൂമിയൊക്കെ ഒന്നാം പേജിൽ തന്നെ ചർച്ച എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെയുള്ള വാർത്ത കൊടുക്കുന്നുണ്ട്. കേന്ദ്രം വഴങ്ങുന്നു ഇന്ന് ചർച്ച എന്ന് മനോരമയും വാർത്ത നൽകുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാലോ? വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ആന കാടിറങ്ങി മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന കാലം എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാക്കുന്ന സങ്കടകരമായ അവസ്ഥയാണ്. അവിടെ മനുഷ്യർ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയാണ്. വാർത്ത എല്ലാ പത്രങ്ങളും ലീഡ് വാർത്തയാക്കി നൽകുന്നുണ്ട്. നാടിറങ്ങി സർക്കാർ അനങ്ങി എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. കണ്ണീർ ക്ഷോഭം എന്ന് മനോരമ ലീഡ് വാർത്ത നൽകുന്നു. വയനാട്ടിൽ പ്രതിഷേധ കടൽ എന്ന് മാധ്യമം വാർത്ത നൽകുന്നു. വയനാടാകെ രോഷാഗ്നി എന്ന് മംഗളം പറയുന്നു. അണപൊട്ടി ജനരോഷം എന്ന് സുപ്രഭാതം. പ്രതിഷേധം സംഘർഷം എന്ന് ജനയുഗം. മന്ത്രിസംഘം വയനാട്ടിലേക്ക് എന്ന് ദേശാഭിമാനി ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതി വെച്ച് വാർത്ത നൽകുന്നു. മന്ത്രി എവിടെ, ശശീന്ദ്രനെതിരെ പ്രതിഷേധം എന്ന് സുപ്രഭാതം ഒന്നാം പേജിലൊരു വാർത്ത നൽകുന്നുണ്ട്. ഇന്നലെ MLA-മാർക്ക് ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള MLA-മാർക്കെതിരെ കുപ്പിയേറ് അടക്കമുണ്ടായി. ജനപ്രതിനിധികൾ എങ്ങനെയാണ് ജനങ്ങളെ സ്വീകരിക്കുന്നത്, അവരോട് എന്താണ് സമീപനം എന്നൊക്കെയുള്ളതിൻ്റെ പുറമേക്ക് കാണുന്ന ഒരു ചിത്രമാണിത്. അവർ പോകുമ്പോൾ കുപ്പിയെറിഞ്ഞ് അവരെ സ്വീകരിക്കണമെങ്കിൽ ജനങ്ങളോടുള്ള MLA-മാരുടെ സമീപനം എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. നേരത്തെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സർക്കാരിനെതിരെ രോഷം എന്ന് ചന്ദ്രിക ലീഡ് വാർത്ത നൽകുന്നുണ്ട്. വന്യജീവി ആക്രമണം തടയൽ, പദ്ധതികൾക്ക് തടസ്സം കേന്ദ്രം എന്ന അനുബന്ധ വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട്. നിയമ ഭേദഗതിക്ക് ആവശ്യം ഉന്നയിച്ചു, ഉണ്ടായില്ല. അതായത് വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമില്ല. അത് കേന്ദ്ര നിയമപ്രകാരം ചില പ്രൊസീജിയേഴ്സൊക്കെ പാലിക്കണം. അതിന് അനുവാദമൊന്നും കിട്ടുകയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളല്ലാതെയും ഉണ്ടാക്കിയിട്ടുണ്ട്. 620 കോടിയുടെ പദ്ധതികൾ കേരളം പ്രപ്പോസൽ വെച്ചു. അതൊന്നും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. വനം, വന്യജീവിയൊക്കെ കേന്ദ്ര പരിഗണനയിൽ വരുന്ന നിയമമേഖലകളാണ്. അതുകൊണ്ട് അതിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊന്നും നടപ്പായില്ല എന്ന് ദേശാഭിമാനി അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വാർത്ത നൽകുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ പ്രളയം വന്നു തുടങ്ങി. സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ഊഹങ്ങളും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള വാർത്തകൾ വന്നു. ഏറ്റവും ഒടുവിൽ CPM അവരുടെ സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഈ മാസം അവസാനത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വാർത്ത വരുന്നത്. വാർത്തയുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തകളുമുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് BJPയും കടന്നിരിക്കുന്നു. ഈ വാർത്ത മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതും മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം നോട്ടമിട്ട് BJP എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്ത പറയുന്നത്. കമൽനാഥ് BJPയിലേക്ക് എന്നൊരു വാർത്ത മാധ്യമം ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. കമൽനാഥിൻ്റെ മകൻ നകുൽനാഥിനെ കോൺഗ്രസിൻ്റെ ബബിൾ, ബയോ ബബിൾ എന്നൊക്കെ പറയില്ല, അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. അവരുടെ BJP പ്രവേശനത്തിനുള്ള ചർച്ചകളെക്കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കാം. എന്തായാലും BJPയിലേക്കുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ ചവിട്ടുപടി കടന്നിരിക്കുന്നു എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാവുക. UDFൻ്റെ സീറ്റ് വിഭജനം പാതി വഴിയിൽ എന്നൊരു വാർത്ത കേരളകൗമുദി നൽകുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗിൻ്റെ 3ാം സീറ്റ് സംബന്ധിച്ച് തർക്കം തുടരുകയാണ്. അത് ഇതുവരെ അന്തിമ
ചർച്ചകളുടെ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്ന്. അതുകൊണ്ട് സീറ്റ് വിഭജന ചർച്ച പാതി വഴിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമരാഗ്നി എന്ന കെ സുധാകരനും വി ഡി സതീശനും നടന്ന ജാഥയും പാതി വഴിയിൽ ഏകദേശം എത്തി പാലക്കാട്. കേരള കൗമുദി വിശദാംശങ്ങളോടെ റിപ്പോർട്ട് ചെയ്യുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരത്തിന് എന്ന് മാതൃഭൂമി CPMൻ്റെ ഈ ചർച്ചകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നു. കൊല്ലത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശമെന്ന് കേരള കൗമുദി ഒരു വാർത്ത നൽകുന്നുണ്ട്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണന് മുൻതൂക്കം എന്ന് കേരള കൗമുദി ഒരു വാർത്ത നൽകുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി എന്ന് മംഗൾ ഒന്നാം പേജിൽ ഇന്നലെ അവരുടെ തീരുമാനം വന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. മനോരമയിലൊരു വിചിത്രമായ തലക്കെട്ടിലൊരു വാർത്തയുണ്ട്. ആലപ്പുഴ ഉള്ളംകൈയിൽ പക്ഷേ മത്സരിച്ചേക്കില്ല KC വേണുഗോപാൽ എന്നുള്ളതാണ് വാർത്ത. ആലപ്പുഴ KCക്ക് ഉള്ളംകൈയിൽ കടക്കാണ് എന്ന് മനോരമ ഇലക്ഷന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും മനോരമയുടെ വിശ്വാസം KCക്ക് സന്തോഷമാവട്ടെ. KC എന്തായാലും മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിലെ വിവരങ്ങൾ വെച്ച് നമുക്ക് എത്താവുന്ന നിഗമനം. മറ്റൊരു വിചിത്രമായ പ്രസ്താവന MA ബേബിയുടെ ഭാഗത്തു നിന്നാണ്. അത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJP ആയി കോൺഗ്രസ് മാറാതിരിക്കാൻ ഇടതുപക്ഷത്തിന് കരുത്തേകണം, വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് MA ബേബി. നേരിട്ട് വോട്ട് ചോദിച്ചാൽ പോരെ. ബേബി പറയുന്നത് വെച്ചാൽ അതായത് BJP ആയി കോൺഗ്രസ് മാറാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇടതുപക്ഷത്തിന് വോട്ട് നൽകി അവിടെ പോയി നേരിട്ട് പ്രവർത്തിക്കുന്നതിനപ്പുറത്ത് വോട്ടിൻ്റെ ഒന്നാമത്തെ കാര്യം BJP ആയി കോൺഗ്രസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. BJP ആയി കോൺഗ്രസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. റേഷൻ ഷോപ്പിൽ മോദിയുടെ ചിത്രമുള്ള സഞ്ചി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മോദിയുടെ സഞ്ചിക്ക് കോടികൾ ടെൻഡർ ക്ഷണിച്ച് BJP സംസ്ഥാനങ്ങൾ എന്ന ജനയുഗ വാർത്ത വായിക്കുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാകും. റേഷൻ ചാക്കിൽ മോദി ചിത്രം പതിക്കാൻ കോടികൾ എന്ന് ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നുണ്ട്. ചാക്ക് ഒന്നിന് 12.37 രൂപയാണ്. ആ പൈസക്ക് അരി കൊടുത്തൂടെ മനുഷ്യന്മാർക്ക്? ഒരു ചാക്ക് മോദിയുടെ ചിത്രം വെച്ചിട്ട് അച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 12.37 രൂപ. രാജസ്ഥാനിൽ ഇതുവരെ 13.29 കോടി രൂപ ഈ ചിത്രം പതിക്കുന്ന ചാക്കിന് വേണ്ടി ചിലവാക്കി. എന്തല്ലേ? എന്നിട്ട് അതിൻ്റെ പകുതിയെങ്കിലും അരി ജനങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ ഇരട്ടി ഈ ചിത്രം പതിക്കാനുള്ള ചിലവും ആവും. ഇതേപോലെയാണ് സെൽഫി കോർണർ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപ ഓരോ സ്റ്റേഷനിലും വീതം ഇന്ത്യ ആകെ വെച്ചിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്ര പൈസ വരെ പരസ്യത്തിനാവും? പണ്ട് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് വാജ്പേയിയുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പരസ്യമുണ്ട്. ഇന്ത്യ തിളങ്ങുന്നതിന് ഇന്ത്യ ഇരുട്ടിലാഴ്ന്നു പോകുമ്പോൾ ലൈറ്റ് അടിച്ചിട്ട് തിളക്കിയിട്ട് പരസ്യം കൊണ്ട് തിളക്കിയിട്ട് ഒരു ശ്രമം നടത്തിയതാണെന്ന്. സമാനമായ സാഹചര്യം ചിലപ്പോൾ അതിൻ്റെ ഒരു തീവ്രമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഭാരത് അരിയെ നേരിടാൻ റൈസ് എന്ന് കേരള കൗമുദി ഒരു വാർത്ത നൽകുന്നുണ്ട്. കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ചില നീക്കങ്ങളെക്കുറിച്ച്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഗവർണറും കടന്നിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രചാരണം. സുരേഷ് ഗോപി ഭരത് ചന്ദ്രനിൽ നിന്ന് ഭാരതപുത്രനിലേക്ക് മാറി എന്ന് ഗവർണർ ഇന്നലെ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തുകൊണ്ടുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയത് പത്രം നൽകുന്നുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വാർത്ത മനോരമയും ഒപ്പം വീക്ഷണം ലീഡായിട്ടും നൽകുന്നു. എക്സാലോജിക്ക് കൂടുതൽ ഇടപാടുകൾ അന്വേഷിക്കുന്നു എന്ന് മനോരമ വാർത്ത നൽകുന്നു. വാദങ്ങൾക്ക് ലോജിക്കില്ല എന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞ് വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നുണ്ട്. പെൻഷൻ ചതി കേന്ദ്രം വക എന്ന് പറഞ്ഞ് മാതൃഭൂമി മറ്റൊരു ലീഡ് വാർത്തയും നൽകുന്നുണ്ട്. അതായത് PF പെൻഷൻ, ഉയർന്ന PF പെൻഷനായുള്ള സുപ്രീം കോടതി വിധി വന്നിട്ട് കുറച്ച് നാളായി. ഇതിനെ മറികടക്കാൻ കേന്ദ്രം ഒരു കുറുക്ക് വഴി കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി സുപ്രീം കോടതി വിധി പ്രകാരം ഉയർന്ന പെൻഷൻ തുക പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പെൻഷൻ കിട്ടില്ല. അതിൻ്റെ പണിയൊക്കെ കേന്ദ്രം എടുത്തിട്ടുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ ആ വാർത്ത. മറ്റൊരു വിചിത്ര വാർത്ത കൊൽക്കത്തയിൽ നിന്നാണ്. അക്ബറും സീതയും ഒരുമിച്ച് താമസിക്കുന്നതിനെതിരായ ഒരു ഹൈക്കോടതിയിൽ VHP നൽകിയ ഹർജിയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇന്ത്യയെ നാണം കെടുത്തിയെടുത്തുന്ന വീണ്ടും നാണം കെടുത്തുന്ന വിധത്തിലേക്ക് ചില സംഘപരിവാർ സംഘടനകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സിംഹങ്ങളുടെ പേര് അക്ബറും സീതയും എന്നായിപ്പോയി. അവരെ ഒന്നിച്ച് താമസിപ്പിക്കരുത്, അത് ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തും എന്നാണ് VHPയുടെ ഹർജി ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. തമാശയായി കാണേണ്ടതല്ല. ഒരു ഹിന്ദു പേരും ഒരു മുസ്ലിം പേരുമുള്ള 2 മനുഷ്യർ ഒന്നിച്ച് നിൽക്കരുത്, തൊട്ട് നിൽക്കരുത് എന്നുള്ള സന്ദേശം പോലും നൽകാൻ കെൽപ്പുള്ള വിധം ഇവർ വളർന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് നമുക്ക് നാണുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മാനസികാവസ്ഥ അങ്ങ് തകർത്ത് കളയുന്ന കുറേ മനുഷ്യന്ന് പറയാൻ പറ്റും ഇങ്ങനത്തെ ആളുകളെയൊക്കെ. അങ്ങനെ കരുതുന്ന കുറേ മനുഷ്യന്മാരാണ് ഇവിടെ ജീവിക്കുന്നത്. ഇൻവെർട്ടർ കോമിലാണ് മനുഷ്യൻ എന്നുള്ളത്. യഥാർത്ഥ മനുഷ്യർ ഇങ്ങനെയൊന്നും ചിന്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനെതിരെ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അത് ഉടൻ അവർ തീരുമാനിച്ച് വിധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അക്ബറും സീതയും ഒരുമിച്ച് താമസിക്കും
താമസിക്കരുത് എന്നുള്ളത് അവരുടെ ആഗ്രഹം, രാജ്യമാകെ വ്യാപിപ്പിക്കാനുള്ള അവരുടെ ആഗ്രഹം നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് കാണാൻ കഴിയും. നിക്ഷേപ തട്ടിപ്പ് VS ശിവകുമാറിനെതിരെ ED അന്വേഷണം എന്നൊരു വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ള 2 വാർത്തകളിൽ റിലീസ് ചെയ്ത ഉടൻ OTTയിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ തിയേറ്ററുകാർ ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അവർ ഈ പരിപാടിക്കെതിരെ സമരം നടത്തുകയാണ്. 22 മുതൽ തിയേറ്ററുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നു. മംഗളം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമ മുന്നേറുകയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കേരള കൗമുദി നൽകുന്നുണ്ട്. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കൊടുമൻ പോറ്റി തളച്ചു എന്നുള്ള തലക്കെട്ടിലാണ് വാർത്ത നൽകുന്നത്. കേരളം കടന്ന് വിദേശ രാജ്യങ്ങളിലും വീക്കെൻഡ് ഷോകളൊക്കെ ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ് എന്നാണ് വാർത്ത. ഗാസയിലെ അൽനാസർ ആശുപത്രി പൂർണ്ണമായും ഇസ്രായേൽ തകർത്തു എന്ന വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില സ്പോർട്സ് വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ യശസ്സോടെ ഇന്ത്യ എന്ന തലക്കെട്ടിൽ കേരള കൗമുദി ഇംഗ്ലണ്ടിനെതിരായ 3-ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 322 റൺസിൻ്റെ ലീഡ് ലഭിച്ച വാർത്ത രസകരമായ തലക്കെട്ടിൽ നൽകുന്നു. യശസ്സോടെ ഇന്ത്യ. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി ലഭിച്ച ആ കളിയിലെ മികച്ച മുന്നേറ്റത്തിനെ സൂചിപ്പിക്കുന്ന യശസ്വിയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടാണ് യശസ്സോടെ ഇന്ത്യ എന്ന തലക്കെട്ട് നൽകുന്നത്. മനോരമ ഈ വാർത്ത ജയ് രാജ ജയ് എന്ന തലക്കെട്ടിലാണ് നൽകുന്നത്. ഫുട്ബോൾ ലോകത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുകയാണ്. എംബാപ്പെ PSG വിടും എന്നൊരു വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. ജൂൺ 30 കരാർ തീരുമ്പോൾ അത് പുതുക്കില്ല, മറ്റ് ക്ലബ്ബുകളിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 1-2 കാലാവധി തീരുമ്പോഴൊക്കെ നമ്മളിത് കേട്ടിരുന്നതാണ്. ഇത്തവണയെങ്കിലും എംബാപ്പെ പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊന്ന് നെയ്മറെ മെസ്സി വിളിക്കുന്നു എന്നുള്ള തലക്കെട്ടിലാണ്. അമേരിക്കയിലെ ക്ലബിലേക്ക് നെയ്മറെ മെസ്സി കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നു. അവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.